അപ്പൊ എല്ലാവരോടും ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം ആരംഭിക്കുവാണ്. ഇന്നത്തെ ദിവസം ആരംഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അന്ന് എടുത്ത വീഡിയോ ആണിത്. എനിക്ക് പിന്നെ അങ്ങോട്ട് അതിന്റെ മറുപടി പറയാനായിട്ടോ അതിന്റെ റിസൾട്ട് പറയാനായിട്ടോ ഒന്നും വരാൻ പറ്റിയില്ല കേട്ടോ. വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ വെളുപ്പിനെ എൻ്റെ പപ്പായുടെ പെങ്ങടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കാണാൻ പോയി എന്നൊക്കെ. അപ്പം അതും ഇതും എല്ലാം കൂടെ ആയപ്പോൾ എനിക്കൊരു ശകലം പോലെ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം ഇന്ന് ശവോടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ റിസൾട്ടും പറയണം, വീഡിയോസ് ഇട്ടിട്ട് 2 ദിവസമായില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വന്നത്. എഡിറ്റൊക്കെ ചെയ്ത് ഞാൻ എന്നാൽ വോയിസ് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ അടുത്ത് കാര്യം പറയാമെന്ന് വിചാരിച്ചേ. അപ്പം എൻ്റെ റിസൾട്ട് കിട്ടി. ഞാൻ മാമോഗ്രാം ഒക്കെ ചെയ്യാനായിട്ട് അന്ന് പോയ ദിവസത്തെ വീഡിയോ ആണിത്. റിസൾട്ട് പിറ്റേ ദിവസം കിട്ടിയായിരുന്നു. രാവിലെ 10 മണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് അയച്ചു തന്നു. എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്ര ബോധേഡല്ലായിരുന്നു ഞാൻ ആ റിസൾട്ടിൻ്റെ കാര്യത്തിൽ. പിന്നെ ഏകദേശം നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു റിസൾട്ട് ഇങ്ങനെയായിരുന്നു. ഒരു 2% സാധ്യതയുണ്ട്. ഒരു 6 മാസം നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്തിരുന്നാൽ മതി. ഇപ്പം നിലവിൽ എനിക്ക് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പേടിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. മുഴകളും കാര്യങ്ങളും സിസ്റ്റൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ സിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നിലും ഞാൻ ബോധേഡാവേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 6 മാസം കൂടി ഇരിക്കുമ്പോൾ ഫോളോ അപ്പ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, വലിപ്പം വെക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ അപ്പോൾ ഉള്ള കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു 6 മാസം കൂടി ഇരിക്കുമ്പോൾ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ റിസൾട്ട്. ഞാൻ അങ്ങനൊരു വീഡിയോ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് സത്യത്തിൽ എന്നെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ചോദിച്ചു. ഒരുപാട് സന്തോഷം, എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും. പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാം എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ റിസൾട്ട് ഇതായിരുന്നു. നിലവിൽ ഇപ്പോൾ എനിക്ക് പേടിക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ല. വീഡിയോസ് തിരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനും വീഡിയോ ഇടാനും ഒക്കെ ലേറ്റ് ആവാതെ ഇതുകൊണ്ടാണ്. പിറ്റേ ദിവസം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് ഞാൻ തിരിച്ചു വന്നത് തന്നെ ഒരു 3 മണിയായി. കൃത്യം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞത് 2 മണിയായപ്പം 3 മണിയായി ഞാൻ ഇവിടെ എത്തിയപ്പം. ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകണമായിരുന്നു. ഓൾറെഡി എൻ്റെ ചുട്ടൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്ന് അവൻ പോയി കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു. ഞാനും അവരും എല്ലാം ഒരുപോലെ ആയിരുന്നു വന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു മറുപടി പറയാനായിട്ട് ഒരു വീഡിയോ ഇടാൻ എനിക്ക് പറ്റാതായി പോയത്. അപ്പം ഇന്ന് ഞാൻ ഓർത്ത് ഇന്ന് ഇത് എഡിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ വോയിസ് അങ്ങ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം എനിക്ക് ഇതുവരെ ആയില്ല. അപ്പോൾ ഇനി ലേറ്റ് ആയാൽ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാകട്ടെ ഞാനിത് പറഞ്ഞത്. അപ്പം ഇത് അന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ അന്ന് ഇഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. കുഞ്ഞിപ്പെണ്ണിനെ അംഗനവാടി പോകണമായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം എടുത്ത് പെറുക്കിയൊക്കെ വെച്ചിട്ട് അവളെ അംഗനവാടിയിലും വിട്ടു. അന്ന് സുട്ടൻ ഓൾറെഡി പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പം അവനെ പരീക്ഷയ്ക്കുമൊക്കെ പറഞ്ഞു വിട്ടിട്ടായിരുന്നു ഞാൻ പോയത് കേട്ടോ. ഇതന്ന് രാവിലെ ഞാൻ പോകാൻ ഒരുങ്ങുന്ന സമയത്തെ വിശേഷങ്ങളൊക്കെയാണ്. എൻ്റെ ഒരുക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും ഒരുങ്ങത്തൊന്നുമില്ല. കണ്ണൊക്കെ എഴുതും, പൊട്ടൊക്കെ തൊട്ട് അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ കാർക്കൂന്തലൊക്കെ ഒന്ന് അഴിച്ചു കെട്ടി ഒരൊറ്റ പോക്ക്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന്. അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത്, ഞാൻ തിരുവല്ലയിലാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഞാൻ നേരെ തിരുവല്ലയ്ക്ക് വിട്ടു, ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അവിടെ ചെന്ന് വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവരവിടെ നിന്ന് മാറ്റി ഇപ്പോൾ കോട്ടയത്താണ്, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ആണ്. അതെനിക്കൊരു വലിയ അടിയായിരുന്നു. ഞാൻ ഇവിടുന്ന് തിരിച്ചത്തേ വണ്ടി പിന്നെ ഓടിക്കേണ്ട വന്നു കേട്ടോ.